ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി വിളിച്ച് ധർമ്മനോട് ദേവിക്ക് വിശേഷമുണ്ടെന്നുള്ള വാർത്തയൊക്കെ കേൾക്കുകയാണ്. ആഹാ, ഇതൊരു നല്ല വാർത്തയാണല്ലോ ചേച്ചി എന്ന് പറയാം. എടാ, നീയൊരു മുത്തശ്ശനായി. ചേച്ചി എന്താ ഈ പറയുന്നത്? എടാ, സ്ഥാനം കൊണ്ട് നിനക്കും മുത്തശ്ശൻ്റെ സ്ഥാനമാണ്, അതാ ഞാൻ പറഞ്ഞത്. ഷോ, എന്നാലും ഹണിമൂണിന് വന്ന എന്നെ ഈ ആനന്ദ് മുത്തശ്ശനാക്കിയല്ലോ എൻ്റെ ചേച്ചി. നീ എന്നത്തേക്ക് വരൂടാ? 3-4 ദിവസത്തിനുള്ളിൽ വരത്തില്ലേ? വരും ചേച്ചി. സുരക്ഷിതരായിട്ടിരിക്കുക കേട്ടോ. ആഹാരമൊക്കെ സമയത്തിന് കഴിക്കണം. എന്നാൽ ഞാൻ വെച്ചേക്കുക, ബാക്കിയൊക്കെ നമുക്ക് വന്നിട്ട് സംസാരിക്കാം എന്ന് ഗോമതി പറയാം. ശരി ചേച്ചി എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. സന്തോഷവാർത്ത സുകന്യയുടെ അടുത്ത് പോയി ധർമ്മൻ പറയാ, ദേ സുകന്യെ, നീ ഒരു മുത്തശ്ശി, ഞാനൊരു മുത്തശ്ശനും ആയേക്കുവാ. ദേ ധർമ്മേട്ട, ചുമ്മാ അനാവശ്യം പറയരുത്. നമ്മളിവിടെ ഹണിമൂണിന് വന്നപ്പോഴേ മുത്തശ്ശനും മുത്തശ്ശിയായോ എന്ന് ചോദിക്കും. അതെ, ദേവിക്ക് വിശേഷമുണ്ട്, അങ്ങനെയാ മുത്തശ്ശനും മുത്തശ്ശിയായെന്ന് ഞാൻ പറഞ്ഞത്. ഇതെന്തായാലും സന്തോഷത്തിനുള്ളൊരു വാർത്ത തന്നെയാണല്ലോ, നമുക്കിതൊന്ന് ആഘോഷിക്കണം. എന്തായാലും നീ പറഞ്ഞ പോലെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഹോട്ടലിലേക്ക് തന്നെ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് അവർ വണ്ടി എടുത്തോട്ട് പോവാണ് കേട്ടോ. അതേസമയം ഗോമതി ധർമ്മനെ ഫോൺ ചെയ്തതിന് ശേഷം നേരെ ബാലൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ബാലേട്ടൻ എന്താ ഈ ആലോചിച്ചിരിക്കുന്നത്? പിന്നെ ഞാനിന്ന് വളരെ സന്തോഷത്തിലെ ബാലേട്ട, നമ്മൾ അങ്ങനെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയാവാൻ പോകുന്നു. ഇതിൽ പരം ഒരു സന്തോഷം ഇനി വേറെ എന്താ ഉണ്ടാകാനുള്ളത് നമുക്ക് എന്ന് ചോദിക്കുക. ഇന്ന് ശ്രീകല വന്നപ്പം ദേവിമോക്ക് ഛർദിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മിക്കവാറും ആങ്കൊച്ചായിരിക്കും. എനിക്ക് അനുശ്രീയായിരുന്നപ്പം ഛർദിയും ക്ഷീണവും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആനന്ദായിരുന്നപ്പം നല്ല ഛർദിയായിരുന്നു. ഛർദിച്ച് ഞാൻ എത്ര തവണ കരഞ്ഞിരിക്കുന്നു. ബാലേട്ടൻ അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കേ. അപ്പം ബാലൻ പറയും, അതൊക്കെ മറക്കാൻ പറ്റാവുന്ന ഓർമ്മകളാണോ ദേവി? എൻ്റെ മനസ്സിൽ എന്നും കാണും നീ ഛർദ്ദിച്ച് കരയുന്നതും ഞാൻ നിനക്ക് ഓരോന്ന് ഉണ്ടാക്കി തരാൻ ശ്രമിക്കുന്നതും. അന്നൊക്കെ നമുക്ക് ആരും ഉണ്ടായിരുന്നില്ലല്ലോ, നീയും ഞാനും ധർമ്മനും മാത്രം. നിനക്ക് അന്ന് പ്രസവവേദന വന്നത് ഒരു രാത്രി പെരുമഴയത്തല്ലായിരുന്നോ? ധർമ്മനാണ് വണ്ടി വിളിക്കാൻ പോയിട്ട് അവനെ ഇട്ട് കാണുന്നുമില്ല. നിന്റെ കരച്ചിൽ കണ്ട് നെഞ്ചു തകർന്ന് ഞാൻ നിന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബാലേട്ടൻ എന്നെ എടുത്തോണ്ട് ഓടുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ആ പെരുമഴയത്ത്. അതെ, നിന്നെ എടുത്ത് ആശുപത്രിയിൽ പോകുന്നതും പിന്നീട് ഒരു വെപ്രാളമായിരുന്നു. കുഞ്ഞുണ്ടാകുന്നത് വരെ ഒരു സമാധാനവും ഇല്ലായിരുന്നു. എൻ്റെ ടെൻഷൻ കണ്ടിട്ട് അടുത്ത് നിന്നൊരു ചേട്ടൻ എൻ്റെ കയ്യിൽ ഒരു സിഗരറ്റ് തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഈ ബാലൻ ആദ്യമായും അവസാനമായും സിഗരറ്റ് വലിച്ചത് അന്നാ. എൻ്റെ അതുപോലെ ടെൻഷനായിരുന്നു. കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞപ്പം ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു. കുഞ്ഞ് ആനന്ദിനെ എൻ്റെ കൈകളിലേക്കാണ് ഡോക്ടർ തന്നത് എന്നൊക്കെ പറയാം. അതൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് എന്ന് നമ്മുടെ ബാലൻ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദേവിക്ക് വളരെ സന്തോഷമാവുക. അപ്പോൾ എന്തായിരുന്നു ബാലേട്ടൻ്റെ മനസ്സിൽ? എൻ്റെ മനസ്സിൽ സന്തോഷമായിരുന്നു ദേവി. ഞാനൊരു അച്ഛനായില്ലേ, എങ്കിലും നിന്നെ ഒന്ന് കണ്ട് പിന്നെയാ എനിക്ക് സമാധാനമായത്. നീ സന്തോഷത്തോടെ നിനക്ക് ആ പ്രശ്നമൊന്നും ഇല്ല എന്ന് നേഴ്സുമാർ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ ആനന്ദിനെ പോലും നേരെ ചൊവ്വയൊന്ന് കണ്ടത് എന്ന് ബാലേട്ടൻ പറയാം. അതെ, അതേപോലെ തന്നെ ഇപ്പം ദേ നമ്മുടെ ആനന്ദിനൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബാലേട്ട. നമ്മുടെ കുഞ്ഞാനന്ദ് ഇന്ന് ദേ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോവുക അല്ലേ ബാലേട്ട എന്ന് ഗോമതി ചോദിക്കും. അതെ, അല്ല, നല്ലൊരു ദിവസം നോക്കി നമുക്ക് ദേവീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ? അപ്പം ബാലൻ അത് ഇഷ്ടപ്പെട്ടില്ലേ. അപ്പം ബാലൻ ചോദിക്കും, അതിൻ്റെ ആവശ്യമുണ്ടോ? ദേവീനെ നന്നായിട്ട് ദേവിയുടെ അച്ഛനും അമ്മയും കൂടി അവിടെ നോക്കൂലോ, പിന്നെ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ബാലേട്ടൻ എന്ത് വർത്തമാനം പറയുന്നത്? ശ്രീകലയ്ക്ക് വയ്യല്ലോ. അങ്ങനെയുള്ളപ്പം അവൾക്ക് നന്നായിട്ട് നോക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ദേവിമോക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ദേവിനെ നന്നായിട്ട് നോക്കിക്കോളാം. നല്ലേലും നമ്മുടെ മോൻ്റെ കുഞ്ഞല്ലേ, അപ്പം നമ്മളല്ലേ നോക്കേണ്ടത് എന്ന് ഗോമതി പറയുക. അത് നിൻ്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അല്ല ബാലേട്ടൻ എന്താ ഇപ്പോൾ ഉദയഭാനു സാറിനോട് ഒരു താല്പര്യം ഇല്ലാത്ത പോലെ? എനിക്കെന്ത് താല്പര്യക്കുറവ്? ഇത് ബഹുമാനമാണ് ഗോമതി. ഉദയഭാനു സാറിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനോടുള്ള എൻ്റെ ബഹുമാനം കൂടി. ആ ബഹുമാനത്തിൽ നിന്നുണ്ടായ അകൽച്ചയാണ്. നമ്മൾ ഒരുപാട് ബഹുമാനം അർഹിക്കുന്നവർക്ക് ഒരകല വിട്ടല്ലേ നിൽക്കൂ, ആ അകലവാ ഈ നൽകുന്നത് എന്ന് നമ്മുടെ ഗോമതിയോട് ബാലൻ പറയും. അപ്പോൾ ഗോമതി പറയും, അതെയോ, അങ്ങനെയാണ്, കുഴപ്പമില്ല ബാലേട്ട. എന്തായാലും വളരെ നല്ല വ്യക്തിയാണ് ഉദയഭാനു സാറ്. എന്തൊരു എളിമയോടുള്ള സംസാരമാണ്. ഇന്ന് തന്നെ ഓട്ടോയിലൊക്കെ വന്നിറങ്ങിയത് കണ്ടില്ലേ, എത്ര വലിയ കാശുകാരനാ, എന്നൊരു സാധാരണക്കാരനെ പോലെയുള്ളൊരു സംസാരവും രീതിയൊക്കെയാണ്. എന്തായാലും ദേവിമോൾക്കും ആ അച്ഛൻ്റെ അതേ ഗുണങ്ങളാണ് ഉള്ളത് എന്നൊക്കെ പറയുക. അപ്പം ബാലൻ പറയും, അതെ, ആ അച്ഛൻ്റെ ഗുണങ്ങളാകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്.
സുകന്യയും അതുപോലെ തന്നെ ധർമ്മനും കൂടി നേരെ ഹോട്ടലിലേക്ക് ചെല്ലുക. അവിടെ ചെല്ലുമ്പം റിസപ്ഷനിസ്റ്റ് പറയും, സാർ ഹണിമൂൺ കപ്പിൾസിന് വേണ്ടി ഞങ്ങൾ പ്രത്യേക പാക്കേജ് ഉണ്ട്, അവിടെ ഒരു ഹണിമൂൺ കോട്ടേജ് തന്നെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹണിമൂൺ കോട്ടേജോ, എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് ധർമ്മൻ ചോദിക്കും. അത് സാർ വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു കോട്ടേജാണിത്. നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് സംസാരിക്കാനും ഹൃദയം പങ്കുവെക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത കണ്ടെത്തിക്കൊണ്ട് ഞങ്ങൾ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു സ്വകാര്യത കാണും എന്ന് പറയാണ്. അതിന് എത്ര രൂപയോ വാടക എന്ന് ഇപ്പം ധർമ്മൻ ചോദിക്കും. അത് സാർ 15,000 അതിന്. 15,000 എന്ന് പറയുമ്പോൾ 15,000 രൂപ സാർ. 15,000 രൂപയോ ഒരു റൂമിന് ഒരു 3 ദിവസത്തേക്കോ എന്ന് ചോദിക്കും. സാർ 3 ദിവസത്തേക്കല്ല, ഒരു ദിവസത്തേക്കുള്ള റെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ദിവസം 15,000 രൂപയോ, അത് വളരെ കൂടുതലല്ലേ എന്ന് ഇപ്പം ധർമ്മൻ ചോദിക്കും. അത് സാർ ഇന്ന് 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഓഫറുണ്ട്, നിങ്ങൾ ആ സമയത്താണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കത് ഞങ്ങൾ 12,000 രൂപയ്ക്ക് തരാം സാർ എന്ന് റിസപ്ഷനിസ്റ്റ് പറയേ. എന്നാലും അത് വേണോ എന്നൊക്കെയുള്ള രീതിയിൽ ധർമ്മൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സുകന്യയ്ക്ക് ധർമ്മൻ്റെ സംസാരമൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതേസമയം നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടി വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഓട്ടോക്കാരന് പൈസ കൊടുക്കും. പൈസ കൊടുത്തു കഴിയുമ്പം ബാക്കി ഒരു 5 രൂപ അയാൾ പിന്നെ മതിയോ സാർ എന്നിങ്ങനെ ചോദിക്കും. എടോ 5 രൂപയ്ക്ക് 5 രൂപയുടേതായ വിലയുണ്ട്, മര്യാദക്ക് എൻ്റെ 5 രൂപ ഇങ്ങോട്ട് തന്നോ. അങ്ങോട്ട് പോയപ്പം എൻ്റെ കയ്യിൽ നിന്ന് 500 രൂപയാണ് വെറുതെ പോയത്, ഇനി കളയാൻ നയാ പൈസ എനിക്കില്ല എന്ന് പറയാൻ. അങ്ങനെ 5 രൂപയൊക്കെ മേടിച്ച് അങ്ങോട്ട് ചെല്ലും. വീട്ടിലേക്ക് കയറി ചെല്ലും കേട്ടോ. അപ്പം ശ്രീകലയോട് പറയും ഉദയഭാനു, എങ്കിലും എങ്ങനെ നടന്ന മനുഷ്യനാ ബാലൻ, ഇപ്പം കണ്ടില്ലേ അങ്ങേരുടെയൊക്കെ അവസ്ഥ. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ രീതികൾ എന്ന് പറയാം. ബാലേട്ടൻ എന്തു പറ്റിയെന്നാ ഉദയേട്ടൻ പറയുന്നത്? പണ്ട് ഭയങ്കര ആദർശവാദിയല്ലായിരുന്നോ, ആരുടെ നയാ പൈസ സ്വീകരിക്കത്തില്ല, എന്തൊക്കെയായിരുന്നു സത്യസന്ധതയുടെ നിറകൂടം. ഇപ്പം കണ്ടില്ലേ, ഞാൻ കൊടുക്കുന്ന 25 ലക്ഷം രൂപ മേടിച്ച് ഗോമതി സ്റ്റോഴ്സ് പുതുക്കി പണിയാൻ നടക്കുമല്ലേ ബാലൻ. ബാലനെ ഒരു വിധത്തിൽ അത് ഇടിച്ചു തരത്തി പൊളിക്കുന്നതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തത്. ഗോമതി സ്റ്റോഴ്സ് ഇടിച്ചു പൊളിക്കാനോ? അതെ, ഇപ്പം സ്കെച്ചും പ്ലാനും ഒക്കെ വരയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന്. എന്നെ വിശ്വസിച്ച് ഗോമതി സ്റ്റോഴ്സ് ഇടിച്ചു പൊളിച്ചിട്ട് പുതിയത് പണിയാൻ നോക്കുവോ ബാലൻ? എൻ്റെ പൊന്നെ, അങ്ങനെങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഉള്ള വരുമാനവും നിലച്ച് ബാലനും കുടുംബവും തെരുവിലിറങ്ങി തെണ്ടണ്ടി വരത്തില്ലേ? അത് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഒരു മുഴം മുന്നിലെറിഞ്ഞു. ഞാൻ പറഞ്ഞു സ്കെച്ചും പ്ലാനും ഒക്കെ ആദ്യം കിട്ടട്ടെ, അതിനുശേഷം നമുക്ക് പൊളിച്ചാൽ മതിയില്ലേ ബാല എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ നിർത്തിയേക്കുക എന്ന് പറയൂ. എൻ്റെ ഈശ്വര, ഗോമതി സ്റ്റോഴ്സ് പൊളിക്കുകയോ? അത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അല്ല ഉദയേട്ടാ, ഇനിയിപ്പം ഉദയേട്ടൻ്റെ വാക്കും കേട്ട് ബാലൻ അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സത്യാവസ്ഥ അറിഞ്ഞാൽ ഉദയേട്ടൻ്റെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ബാലൻ്റെ കൈ കൊണ്ട് ഞാൻ ഭിത്തിയെ കയറും. നിങ്ങൾ എന്തിനാ മനുഷ്യരെ ഭിത്തിയെ കയറിയിരിക്കുന്നേ? ഇങ്ങനെ ഒരുത്തി, എൻ്റെ പൊന്നടി, ബാലൻ എന്നെ കൊല്ലും എന്നാ ഞാൻ നിന്നോട് പറഞ്ഞത്. സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഇത്രയും കള്ളത്തരങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ മോളെ അവിടെ കയറ്റി കുടിയിരുത്തിയേക്കുന്നതെന്നെങ്ങാനും ബാലൻ മനസ്സിലാക്കിയാലത്തെ അവസ്ഥ നിനക്കറിയാലോ. അതുമാത്രമോ, ബാലൻ്റെ ജീവനാ ആ ഗോമതി സ്റ്റോഴ്സ്. അവിടെ നമ്മൾ കാരണം അത് പൊളിച്ചെങ്ങാനും കളയേണ്ടി വന്നാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ബാലൻ്റെ കൈകൊണ്ടായിരിക്കും എൻ്റെ മരണം എന്ന് ഉദയഭാനു പറയും. എൻ്റെ ദൈവമേ, എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോകുന്നേ, ഇതൊക്കെ എങ്ങനെ പരിഹരിക്കുമോ? എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം, അപ്പം വേറെ എന്തെങ്കിലും കള്ളം പറയാം എന്ന് ഉദയഭാനു പറയും കേട്ടോ. അത് ഉദയേട്ടൻ്റെ കള്ളം പറയാനുള്ള കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് എങ്ങനെയും ഉദയേട്ടൻ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ഇങ്ങനെ അങ്ങ് അവസാനിച്ചത് നന്നായി. ഒരു കാര്യമെങ്കിലും നന്നായിട്ട് അവസാനിച്ചല്ലോ. ഇപ്പം മോളുടെ കാര്യം തീരുമാനമായല്ലോ. ഉടനെ തന്നെ ആനന്ദ് ദേവിനെ കൂട്ടാനായിട്ട് വരും. അതെ, എന്തായാലും ഉദയേട്ടൻ കയറി വാ, നമ്മുടെ കൊച്ച് ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും, കാര്യങ്ങളൊക്കെ അവളെ എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞ് നേരെ ചെല്ലുക. അപ്പോൾ ദേവി അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ദേവി മോളെ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നു മോളെ. അച്ഛ, ആവശ്യമില്ലാത്ത പറയരുത്. ഞാൻ പറഞ്ഞോ ആനന്ദേട്ടൻ്റെ അടുത്ത് കള്ളങ്ങളുമായിട്ട് ചെല്ലാൻ? ഇല്ലല്ലോ എന്ന് ചോദിക്കുക. ഇതെന്നാ ദേവി നീ ഇങ്ങനെ പറയുന്നേ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛനും അമ്മയും ഓരോന്നൊക്കെ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും നിന്നെ ആ വീട്ടിലേക്കൊന്ന് കയറ്റാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് എന്ന് പറയാം. എന്നാ കേട്ടോ, ആ വീട്ടിലേക്ക് ഇനി ഒരിക്കലും എനിക്ക് കയറി ചെല്ലാൻ സാധിക്കില്ല. അച്ഛൻ്റെ അമ്മയുടെ എല്ലാ കള്ളത്തരങ്ങളും ആനന്ദേട്ടന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആനന്ദേട്ടൻ പുതിയ കള്ളത്തരമായിട്ട് അച്ഛനും അമ്മയും വിട്ടതല്ലേ എന്ന് എന്നോട് വിളിച്ചു ചോദിച്ചു എന്ന് പറയാം. ആനന്ദ് ഫോണുമായിട്ട് പോകുന്ന കണ്ടായിരുന്നു നിന്നെ വിളിക്കാൻ. ഞങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ വിളിച്ചത്, പക്ഷെ അവൻ പറഞ്ഞതൊന്നും കേട്ടില്ല എന്ന്
പറയൂ കേട്ടോ. ദേ അച്ഛാ, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഏതെങ്കിലും പെൺകൾ ചെയ്യുന്ന കാര്യമാണോ അച്ഛനും അമ്മയും ചെയ്തിരിക്കുന്നത്? ഒരു കുഞ്ഞിൻ്റെ കാര്യവും പറഞ്ഞല്ലേ ആ വീട്ടിൽ എന്നെ തിരിച്ചു കയറ്റാൻ നോക്കിയത്. അത് ആനന്ദേട്ടൻ വിശ്വസിച്ചിട്ടുമില്ല. ആനന്ദേട്ടൻ്റെ മനസ്സിൽ എന്നോടുണ്ടായിരുന്ന അല്പസ്നേഹം പോലും ഇതോടുകൂടി അവസാനിച്ച് കാണും. എന്നെ ഏത് രീതിയിലായിരിക്കും കാണുന്നത്? കള്ളങ്ങൾ പറഞ്ഞുണ്ടാക്കി ആനന്ദേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടിച്ചു തൂങ്ങാൻ ചെല്ലുന്ന ഒരു നികൃഷ്ട ജീവിയെ പോലെ ആനന്ദേട്ടൻ എന്നെ ഇനി കാണും. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തായാലും എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി കളഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ. ദേ മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. എൻ്റെ നന്മ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് എൻ്റെ ജീവിതവും ഇങ്ങനെയാക്കി. എന്നെ കെട്ടിയതിൻ്റെ പേരിൽ ആനന്ദേട്ടൻ്റെ ജീവിതത്തിലും ഇപ്പോൾ ഇതേ പ്രശ്നങ്ങൾ തന്നെയല്ലേ നിങ്ങളെ സൃഷ്ടിക്കുന്നത്. എന്തായാലും ആനന്ദേട്ടന് ഒരു തരുമ്പ് പോലും വിശ്വാസം വന്നിട്ടില്ല. അച്ഛനും അമ്മയും പറഞ്ഞ കള്ളങ്ങളാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ആനന്ദേട്ടൻ വരുമെന്ന് ഒരിക്കലും കരുതണ്ട എന്നും പറഞ്ഞ് ദേവി അവിടെ നിന്ന് കരയുവേ. അപ്പം ശ്രീകല പറയും, നീ ഇങ്ങനെ കരയാതെ, എല്ലാം നമുക്ക് പരിഹരിക്കാം എന്ന് പറയാം. അതേസമയം ദേവമംഗലത്ത് നമ്മുടെ ഗോമതി പായസമൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഇന്ദ്രാമയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറവശത്ത് പോയി നോക്കുക. അപ്പോൾ ഇന്ദ്രാമ അവിടെ എങ്ങാനും നിൽക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കും. അപ്പോൾ ഇന്ദ്രാമ പുറംതിരിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു കല്ലെടുത്ത് സൈഡിലേക്ക് എറിയുക. അപ്പോൾ സൗണ്ട് കേട്ട് നമ്മുടെ ഇന്ദ്രാമ തിരിഞ്ഞു നോക്കും. അപ്പം പെട്ടെന്ന് അമ്മേനെ കൈകാട്ടി വിളിക്കും. എന്താ മോളെ, എന്താ വിശേഷം? നിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. അതമ്മേ, അമ്മയൊരു മുതുമുത്തശ്ശിയാവാൻ പോവാ. നേരോ? ഇതാ പായസം. ആഹാ, സന്തോഷമായി. ആർക്കാ മോളെ വിശേഷം? മീനാക്ഷിക്കാണോ? ഓ, അവക്കിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഒരു ചിന്തയില്ലെന്ന് അമ്മയെ തോന്നുന്നേ. അവക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഉടനെ ഒന്നും മിത്രമോക്കാണോ? ഓ, അത് പിന്നെ ഓട്ടവും ചാട്ടവും പറഞ്ഞ് നടക്കുമല്ലേ. അതൊന്നും അല്ല. ദേവിമോക്ക അമ്മയെ വിശേഷം. അതെയോ മോളെ? എനിക്ക് സന്തോഷമായി. എൻ്റെ മോളൊരു മുത്തശ്ശിയാവാൻ പോകുന്നല്ലേ. എനിക്ക് സന്തോഷമായി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അമ്മ ഇതാ പായസം, അമ്മ കൊണ്ട് കുടിച്ചോ എന്ന് പറഞ്ഞ് ഗോമതി അത് ഇന്ദ്രാമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുക. അങ്ങനെ രണ്ടുപേര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.